എന്തോ നാടേ ഈ സംഭവിക്കുന്നത്. എന്തോ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നവർ ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ബിഗ് ബോസിലുള്ള അകത്തുള്ള ആൾക്കാരെ കുറിച്ച് മിണ്ടാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കോൺട്രാക്റ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കോമൺ സെൻസാണ്. അതായിരിക്കുന്ന ഒരു സാധനം. റസ്മിൻ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ജിൻഡോയ്ക്കെതിരെ ഇങ്ങനെ വെച്ച് കയറിക്കൊണ്ടിരിക്കുക. മറ്റേ ഗബ്രി പോലും ഇത്രയും സംസാരിച്ചില്ല. ഇവള് ഒരു നാണോ മാനോ ഇല്ലാതെ വെച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവള് മറ്റേ എന്തോ വലിയ സ്റ്റാർ എന്ന വിചാരം. പിന്നെ ഇവള് അപ്സര എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്യാപ്റ്റൻ, മറ്റേ ധോണിയെക്കാട്ടിലും വലിയ ക്യാപ്റ്റനാണെന്നാണല്ലോ അവളുടെ ഒരു ഇത്. പക്ഷേ ഏറ്റവും നല്ല ക്യാപ്റ്റനൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവളൊക്കെ മറ്റേ നോറയും ശ്രീതുവും അതുപോലത്തെ പാഴുകൾക്ക് മുമ്പേ ഇവരൊക്കെ പുറത്തു പോയെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത്. പുറത്ത് പോയിട്ട് ഇവർക്കൊന്നും ഒരു ബോധമില്ലെന്ന്. ബോധം എന്ന് പറയുന്നത് വെളിയിൽ പോയിട്ട് എന്തെങ്കിലും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും കുറച്ച് ബോധം വെച്ച് ഒരു നല്ല രീതിയിൽ വർത്താനം പറഞ്ഞൂടെ. ആ ഗബ്രിയെ കണ്ടില്ലേ? ഗബ്രി വലിയ മിണ്ടാട്ടമൊന്നുമില്ല. എന്നാലും പുള്ളി അവിടെ കിടന്ന് ഉരുളും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് തള്ളി അങ്ങനെ പോകും പുള്ളി. അതെന്ത് വേണേലും പോട്ടെ. ഇപ്പോൾ ജാസ്മിൻ ചേച്ചീനെ വെളുപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. അവളുടെ കുഴി അവൾ തന്നെ തോണ്ടിക്കോളും. ഈ അവസാനത്തെ ആഴ്ച അതിനുള്ളതാണ്. അവസാനത്തെ ആഴ്ചയിലത്തെ അവളുടെ ക്രിഞ്ചും അവളുടെ കഴപ്പും കാണുമ്പോൾ ഞാൻ ഈ കഴപ്പെന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. അയ്യോ വന്ന് തെറി വിളിയാ നമ്മുടെ ജാസ്മിൻ ആർമിയുടെ മണ്ടന്മാരെ. അതൊക്കെ യൂട്യൂബ് തന്നെ മാറ്റിക്കളയോടാ നിങ്ങളുടെ തെറി വിളിയൊക്കെ. ഇതുപോലും മനസ്സിലാവാത്ത കുറേ പൊട്ടന്മാർ തെറി വിളിക്കുന്നത്. എടാ മയിരെ, നിനക്ക് എന്തറിയാടാ? എടാ പൂമാനെ, നിനക്ക് എന്തറിയാടാ? നീ ആരാടാ? നിനക്കൊന്നും ഒരു പണിയില്ലേടാ? അതാ കാലും കയറ്റി വെച്ച് ചേർമ്മ കാല് കയറ്റി വെച്ച് ഫുഡ് കഴിച്ച ആ സീനാണ് ആ കണ്ടത്. അയ്യോ ഇതുപോലത്തെ കുറേ ആൾക്കാരും. ഇതുപോലത്തെ ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന്. പിന്നെ ആ സായികൃഷ്ണ 5 ലക്ഷം എടുത്തുകൊണ്ട് വേറെ പണി വന്നിട്ട് പോയി. ഋഷിയും അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ദേഷ്യമായിപ്പോയി. പിന്നെ നമ്മുടെ റസ്മിൻ ബോയിയുടെ കാര്യം പറയുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. സിജോ എന്നാണേലും പുറത്ത് പോയിട്ട് ഗബ്രിയൊക്കെയാണ് ആദ്യമേ കണ്ടിരിക്കുന്നത്. അവന് ജിമ്മൊക്കെ തുടങ്ങിയല്ലോ. ഗബ്രിയൊക്കെ വിളിച്ച് കാണും, വരണം കേട്ടോ അതോ ഇതാന്നൊക്കെ പറഞ്ഞ്. ഗബ്രി ഭയങ്കര ആക്ടറാണെന്നല്ലോ, ഭയങ്കര സംഭവമാണെന്നാണല്ലോ. ദിലീപിനോട് പറയാണ് ചേട്ടനെയും എന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരേ ഡയറക്ടറാണ്. അതാന്ന് തോന്നുന്നു നമ്മുടെ തേപ്പുകട ചേച്ചിക്ക് ഭയങ്കര അട്രാക്ഷനായത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ തള്ളൊക്കെ കേട്ട് കഴിയുമ്പോൾ തേപ്പുകട ചേച്ചി. പിന്നെ ആ ലുക്കുണ്ടല്ലോ, ആ ഒരു ലുക്ക് ഒരു ഭയങ്കര ഫെറ്റിഷാണ് പുള്ളിക്കാരിക്ക്. ആ ലുക്കുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഹാൻസം എന്നുള്ള രീതിയിലാവാൻ തോന്നുന്നു. എന്നാലും സിജോയുടെ ഗേൾഫ്രണ്ടൊക്കെ ആയിട്ട് എയർപോർട്ടിൽ നിന്നൊക്കെ പോകുന്ന സീന് മറ്റേ കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. സീക്രട്ട് ഏജൻറ്റ് സോയി അവിടെ വന്നിട്ടുണ്ട്. കണ്ണാപ്പി എന്നൊക്കെയാണ് ഇപ്പോൾ പുള്ളിയെ വിളിക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ പോകേണ്ടത്? ബിഗ് ബോസിൽ പോയി ആ സീക്രട്ട് ഏജൻ്റായിട്ട് തന്നെ നിന്നാൽ പോരെ. പിന്നെ ദിയാസന, അവൾ പറയുന്നത് ഷിബിൻ മറ്റേ ആൽക്കോളിക്കാണ്. 2 ദിവസം കഴിയുമ്പോൾ അവന് കൈവരയ്ക്കും. 14 ദിവസം അവൻ നിന്നു. 14 ദിവസം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കൈവരയ്ക്കും. 2 ദിവസത്തിൽ വരയ്ക്കാത്ത കൈയാണോ 15 ദിവസം കഴിഞ്ഞ് വരയ്ക്കുന്നത്? നീയൊക്കെ എവിടുത്തെ ഡോക്ടറടി? അങ്ങനെ ഇന്നലെ വന്നു. ജാൻമണി ദോസ് വന്നിട്ട് ഒരു ബോംബ് എടുത്തിട്ടു ശ്രീധുവിന്. ചെറിയൊരു ബോംബാണ്, ചെറിയൊരു പടക്കം ഇങ്ങനെ ഠോ എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ശ്രീധു ഇങ്ങനെ ഭയങ്കര ഓവർ റിയാക്ഷനായിരുന്നു. ഞാൻ ഈ ശ്രീധുവിൻ്റെ കാര്യത്തിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രീധു ഇപ്പോൾ ഔട്ട്സൈഡ് മറ്റേ കേരളം ആയതുകൊണ്ട് തമിഴ്നാട്ടിലെ വോട്ടുകൾ കിട്ടുന്നു എന്നാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ബോംബെയിൽ നിന്നൊക്കെ ഒരാളിനെ എടുത്തുകൂടെ? അവർക്ക് ഒരുപാട് വോട്ട് കിട്ടില്ലേ? ബോംബെയിലൊക്കെ ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു മലയാളം അറിയാത്ത ഒരാൾ, ഒരു ഹിന്ദിക്കാരനെ എടുക്കുക. ബോംബെയിൽ നിന്ന് ഒരു ഹിന്ദിക്കാരനെ എടുക്കുക. മറ്റേ മുനാവർ ഇപ്പോൾ ഈ ഇടയ്ക്ക് ജയിച്ചല്ലോ, അങ്ങനത്തെ ആളിനെ വിളിച്ചിട്ട് TRP കൂട്ടൽ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരാളിനെയും കൂടെ എടുത്തുകൂടെ? അത് നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് പിന്നെ നമ്മളെ തേപ്പുകട ചേച്ചിയുടെ അച്ഛൻ വാപ്പുച്ചി എന്താ പറയണ്ടേ, പുള്ളി കള്ളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് വോട്ടിന് വേണ്ടിയിട്ട്. പുള്ളി മറ്റേ തനി രാഷ്ട്രീയക്കാരുടെ ലൈനിലേക്ക് പോയെന്ന് തോന്നുന്നു. ആണെങ്കിലും അങ്ങനെയൊക്കെ വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടുമായിരിക്കും. ഒരു 100 ഒരു ദിവസം. 100 കിട്ടുമ്പോഴേക്കും ഒരു 50,000 രൂപ കയ്യിൽ നിന്ന് പോകായിരിക്കും. വെറുതെ കിട്ടിയ കാശല്ലേ, അധ്വാനിച്ചുണ്ടാക്കാത്ത കാശല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലവായി പോവും. എന്തോ പറയാനാണ്. ഇതുപോലത്തെ ഒരു സീസൺ. ഇവളെ മറ്റേ അർജുനെയും വെളുപ്പിക്കാനായിട്ട് ഇങ്ങനെ അർജുനെ പോലത്തെ ഒരു കുണ്ടൻ ചെക്കൻ ആ പെണ്ണിനെ മലത്തിയടിച്ചാണ് കണ്ടത്, മറ്റേ നന്ദനെ. പിന്നെ അതേപോലെ അവൻ്റെ കാമുകി, അവൻ്റെ ഭയങ്കര ഫ്രണ്ടിനെ പോലും മലത്തിയടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മലത്തിയടിച്ചില്ല, മറ്റേ കസേര മാറ്റിയിട്ട് വീഴ്ചത് നമ്മൾ കണ്ടതാണ്.
അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സീസണിൽ ഈ കോംബോ പിടിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, പിന്നെ ഈ വെറും വേസ്റ്റായിട്ടുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക്, ഈ ആൾക്കാർക്ക് കാണുന്നവർ മറ്റേ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ തന്നെ ആൾക്കാർ കുറ്റം പറയാൻ റെഡിയാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അയ്യോ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇപ്പോൾ OTTയിൽ ഇറങ്ങിയപ്പോൾ അതിനെക്കുറിച്ചുള്ള ട്രോളുകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അത് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര വിജയമായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ ആ ഒരു ഹൈപ്പൊക്കെ ആയിട്ട് കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷേ OTTയിൽ കാണുമ്പോൾ ആ വെളിപ്പ് ശരിക്കും മനസ്സിലായിട്ട് ആൾക്കാർ ഇങ്ങനെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും നല്ല ഒരു സിനിമ, അത്രയും ഓടിയ ഒരു സിനിമ തന്നെ ഇങ്ങനെ ട്രോളാകുമ്പോൾ നിങ്ങൾ ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട്, ഋഷിയൊക്കെ നല്ല കണ്ടസ്റ്റൻ്റാണ്. ഋഷി, സിജോ. ഇപ്പോൾ സിജോനെ പുറത്താക്കി, ഋഷിക്ക് കൊടുത്താൽ കുഴപ്പമില്ല. ഈ ജാസ്മിൻ തേപ്പുകട ചേച്ചിക്ക് എങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ കപ്പ്, മോനെ അവൾക്ക് ഗപ്പ് അല്ല, അവൾക്ക് വേണ്ടത് ഗബ്രിയാണ്. അത് വേണേൽ ശരിയാക്കി കൊടുത്തു. നിങ്ങൾ അവൾക്ക് ഗപ്പ് കൊടുക്കരുത്. ഗപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഈ ആഴ്ച പിന്നെ വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ആ ബോറിംഗ് ആയിട്ടുള്ളത് ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. ഈ തേപ്പുകട ചേച്ചിയുടെ ഫാൻസുകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ പുറത്താക്കണം. അവൻ കറുത്തതാണ്, അവൻ അങ്ങനെയാണ്, അവനൊരു ക്വാളിറ്റി ഇല്ല, ഇതാണ് ഇവർ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ സാധാരണ പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് എന്താണ് എന്നാണ് ഇവർ മനസ്സിലാക്കാത്തത്. ജിൻഡോ കള്ളത്തരം പറയുമായിരിക്കും, അത് ഇത് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും അതൊക്കെ പ്രേക്ഷകർ മറക്കും. അല്ലാതെ മറ്റേ ഇത് മൂത്തിട്ട് മറ്റേ വാഴയുടെ അവിടെ പോയിരുന്ന് പ്രേമം കളിച്ചതും ഇത് കളിച്ചതും അങ്ങനത്തെ ആൾക്കാരെ അല്ല പ്രേക്ഷകർക്ക് ഇഷ്ടം. ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇഷ്ടം അതല്ല. ഇപ്പോൾ ഈ അവസാനത്തെ ആഴ്ചയിൽ ജാസ്മിൻ എന്താണെങ്കിലും അവളുടെ കുഴി അവൾ തന്നെ തോണ്ടിക്കോളും. ഇന്നലെ കാണിക്കുന്ന ക്രിഞ്ച് കണ്ടിട്ട് അയ്യോ, ഇങ്ങനെ ജാൻമണി വന്നപ്പോഴേക്കും ഇവളിങ്ങനെ ഗബ്രിയെ തിരഞ്ഞ് ഇങ്ങനെ ഓടുകയാണ്. ഇങ്ങനെ അവിടെ പോയി സ്മോക്കിംഗ് ഏരിയ പോയി നോക്കുന്നു, ഇവിടെ പോയി നോക്കുന്നു, അവിടെ പോയി നോക്കുന്നു. മറ്റേ അവളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമുണ്ടെന്നാണ് ആ ഒരു കണ്ടൻറ്റ്. അല്ലെങ്കിൽ അവളുടെ എമോഷനാണോ എന്ന് എനിക്കറിയില്ല. അവളുടെ എമോഷനും ആകാം, അത്രയ്ക്കും പ്രേമം മൂത്തിട്ടായിരിക്കാം. പ്രേമം മൂത്താണെങ്കിൽ ഈ ഷോ അല്ലല്ലോ, അതിനൊരു വേദി എന്ന് പറയുന്നത് അതല്ലല്ലോ. ഇത് മറ്റേ 95 ആണെങ്കിൽ 1995 കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് മേരെ ബീച്ച് മേ, അല്ലെങ്കിൽ 70s ആണെങ്കിൽ എന്തൊരു പ്രേമം, എന്ത് രസം എന്ന് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ വോട്ട് ചെയ്തേനെ. പക്ഷേ മനസ്സിലാക്കി ഇവൾക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. പ്രായം 23 ഉള്ളെങ്കിലും ഇവളുടെ മറ്റേ ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റേ വാപ്പയുടെ ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ആ ഒരു ക്രിഞ്ച് പരിപാടിയാണ് ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് പോലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ 2K കിഡ്സ് എന്ന് പറയുന്ന ഈ വളിപ്പന്മാരെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുപാട് ഈ കാണിക്കുന്നത്. ഇപ്പോൾ 1975 അല്ലെങ്കിൽ 80 എടുത്ത ഒരു പ്രേമകഥ മൂവിയുടെ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ വിജയിക്കുമോ? ഇപ്പോൾ പ്രേമലു എന്നൊരു പടം വന്നു, അതിനകത്ത് ആ ലവ് സ്റ്റോറി എന്ന് പറയുന്ന, ആ ലവ് എന്ന് പറയുന്നത് കാണിക്കുന്നത് അതൊരു രസമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അല്ലാതെ ഈ പഴയ ക്രിഞ്ച് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തിട്ട് ഊക്കും.